പിന്നെ നമ്മൾ പുതിയതല്ലേടാ, നമ്മുടെ അണ്ണനെ കൊണ്ട് ടുമക്ക് ടുമക്ക് ടും. അയ്യോ അങ്ങോട്ട് പോകത്തില്ല, ഞാൻ വണ്ടി കയറുമ്പോ. ഹേ ഗെയിമേഴ്സ്, ദിസ് ഇസ് MX Wolf. അപ്പോൾ എല്ലാവർക്കും മലബാക്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചാളായി വീഡിയോ ഒക്കെ വന്നിട്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഒരു മൊബൈൽ ഗെയിമുമായിട്ട് വന്നിരിക്കുകയാണ്, ബസ് സിമുലേറ്റർ ഇന്ത്യ. യെസ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ നാട്ടിൽ നമ്മുടെ കുറച്ച് വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ KSRTC. ഇത് പിന്നെ നമ്മുടെ ഈ ഗെയിമിലെ സ്റ്റോക്ക് വണ്ടിയാണ്. അതിൽ ഞാൻ ചുമ്മാ ലിവർ കയറ്റിയെന്നേ ഉള്ളൂ, കാണാൻ രസത്തിന്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഖലീഫ എന്ന് പറഞ്ഞ ഈ വണ്ടിയുണ്ട്. യെസ്, നമുക്കപ്പോൾ ഇത് വെച്ച് പോകണോ? നമുക്കിന്ന് നമ്മുടെ KSRTC എടുത്ത് പോവാം. യെസ്, അതല്ലേ വൈകി. പിന്നെ നീളമാണെന്ന് ഈ സാധനം. ഈ സാധനത്തിൻ്റെ പുറകിലത്തെ ടയറൊക്കെ തിരിയും ഇത് വളയ്ക്കുമ്പോൾ. യെസ്, അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പോവാം കളിക്കാൻ. നമ്മൾ ഇന്നപ്പം നമ്മുടെ മാപ്പ് കോയമ്പത്തൂർ പോയിട്ട് കൊച്ചി വരെ സൈലം വഴി, അത് തന്നെ. യെസ്, അപ്പോൾ നമ്മുടെ ഗെയിം ലോഡായിരിക്കുന്നു. ഓക്കെ നമുക്ക് പോവാം, വണ്ടി എടുക്കാമല്ലേ. മാപ്പ് ഈ കോയമ്പത്തൂർ വണ്ടിയുടെ പെട്രോളെല്ലാം അടിച്ചായിരുന്നു, അതിലെ ഫുള്ളാണ്. പിന്നെ നമുക്ക് പോയി സാധനം നല്ല രസമാണ് ഇത് ഓടിക്കുക. പക്ഷേ ഈ വണ്ടി ഭയങ്കര പാടാണ് കണ്ടോളൂ, ഭയങ്കര നീളം കൂടെ ആയിരുന്നു. നമുക്ക് ആളെ കയറ്റാം. വലിയ ഒത്തിരി പേര് ഹാൻഡ്രേക്ക് മാറ്റിയില്ല. പാട്ടൊക്കെ കേട്ടു, പക്ഷേ പാട്ടൊക്കെ കോപ്പിറൈറ്റ് ഇടുന്നു. വേണം ഇച്ചിരി ഇടാം, പാട്ടുണ്ടായിരുന്നു. അയ്യോ പാട്ട് പോയി എൻ്റെ. ഓക്കെ, പാട്ടിൻ്റെ കാരണമില്ല, ഞാൻ ഒന്നുകൂടെ കേട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ വന്നിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വെറൈറ്റി പിടിച്ച് ഈ ഫോൺ ഗെയിംസിലോട്ട് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നാളത്തേക്ക്. ഇനി അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഗ്രാനിയുടെയൊക്കെ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഗ്രാനി കളിക്കണമെന്ന്, എനിക്ക് ഗ്രാനി ചാപ്റ്റർ 1 ഒക്കെ കളിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. അത് ഞാൻ കളിച്ചിട്ടില്ല. അതിൽ കുറേ ഹാലോവീൻ മോഡ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളിക്കണം എന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ സാധനത്തിന് ഭയങ്കര നീളമാണ്. ഇതിൻ്റെ പുറത്തെ ഞാൻ കാണിച്ചിട്ടില്ല. ഇതുണ്ടോ തിരിക്കുമ്പോൾ പുറത്തെ ടയറൊക്കെ തിരിയും. ഇത് ഒറിജിനലി ഇങ്ങനെ തിരിയുമെന്ന് എനിക്കറിയത്തില്ല, ഈ ഗെയിമിൽ തിരിയും. ഭയങ്കര സാധനമാണ്. എപ്പം നമുക്ക് ഇത് ചുരമുണ്ട്. ചുരം മോസ്റ്റ് ഓഫ് നിങ്ങൾ കുറേ പേരും ഇത് കളിക്കുന്നവരായിരിക്കും. ഞാൻ പക്ഷേ ഇതിങ്ങനെ കളിച്ചിട്ടില്ല, എനിക്കിതിലോട്ട് വലിയ താല്പര്യമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇതിനെപ്പറ്റി നല്ല രസമാണ്, അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി. ഇതൊക്കെ ശരിക്കും ഈ ടയർ ഇങ്ങനെ ഈ വണ്ടിയുടെ തിരിയുമെന്നാണ്. അതായത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല ഈ സാധനം. ഇത് പെട്ടെന്ന് പിന്നെ ഈ വണ്ടി സ്പീഡ് വളയ്ക്കുമ്പോൾ ഒത്തിരി വളയത്തില്ലേ, നിർത്തിയിട്ട് വളയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് വളയും. സൈഡിൽ ഒന്ന് ഭിത്തിയിലൊക്കെ ഇരിക്കുന്നതാണ്, ചുരമൊക്കെ കയറും. ഭയങ്കര പാടാണ് ഇത് ഓടിക്കാൻ. പിന്നെ ഗെയിം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നാളായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി അറിയും മനസ്സിലാകാൻ വേണ്ടി. ഇതിൻ്റെ കൺട്രോളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, രസമുണ്ട്. പിന്നെ മൾട്ടിപ്ലെയർ കളിക്കാം. നീ പോടേ, അവനോ പോകത്തില്ല, നമ്മളെ കയറ്റി വിടത്തില്ല. ഓക്കെ സോറി ഓട്ടോക്കാരെ. തെങ്ങ കയറില്ല, തെങ്ങനല്ല, കാര്യം കയറിയിരിക്കുകയാണ്.
ഓ ഡിഫൻഡർ പോകുന്നു ഇതിൽ കുറേ വണ്ടിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് സ്വിഫ്റ്റൊക്കെ പോകുന്നതാണ്. നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ഞാനിപ്പോൾ വന്നേയുള്ളൂ. യെസ് ഹലോ പറയടാ എന്തേലും. ആ അപ്പം അവനും ഇത് കാണാൻ വേണ്ടി അവനും ഇത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ഇതിന് കുറേ ഫാൻസീസ് ഉള്ളൊരു ഗെയിമാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കുഴപ്പമില്ല. രസം പക്ഷെ ഇടിച്ചു കഴിഞ്ഞാൽ കാശ് അത് പ്രശ്നമാണ്. ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്യാൻ അതിന് കൊണ്ടിട്ട് കാശൊക്കെ പോകുമ്പോൾ എന്നാ വിഷമമാണെന്നറിയാം. പിന്നെ ഇതിൽ മറ്റേ കൊമ്പൻ്റെ ബസ് കൊമ്പൻ്റെ മറ്റേ ലിവർ കയറ്റിയില്ലായിരുന്നു പറഞ്ഞാൽ അതിന് എൻ്റെ സ്റ്റോക്ക് ബസ് അതിന് ഇച്ചിരി കൂടെ സ്പീഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒത്തിരി കയറുന്നില്ല പെട്ടെന്ന്. ഇനി കുറേ റൂട്ടുണ്ട്. അപ്പോൾ അത് അപ്പം നീ പറയടാ. നിനക്ക് പറയാനുണ്ടെ പറഞ്ഞു. നീ കുഴപ്പമില്ല പറഞ്ഞു പറയടാ. അവൻ പറയും നീ വണ്ടിയിൽ ഡിക്കി തുറക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് ഞാൻ തുറക്കുന്നതല്ലേ അതൊക്കെ കാണിച്ചെടുക്കാൻ ഞാൻ പറയും. പിന്നെ തുറക്കാം ഡോറ് തുറക്കും. പിന്നെ ഈ വണ്ടി താഴെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ തുറക്കാം. 3 ഉണ്ട്. അതെന്ത് പുറകത്തെ ഡിക്കി തുറക്കാം. അത് കുറേ സെറ്റപ്പ് ഉണ്ട്. പിന്നെ മറ്റേ കലീഫ അതിൽ ലൈറ്റൊക്കെ കിട്ടാം. അത് നിങ്ങൾക്കറിയാമായിരിക്കില്ല. നിങ്ങൾ ഓക്കെ. അയ്യോ വഴി തെറ്റെന്ന് തോന്നുന്നു. ചെറുതായിട്ട് വഴി സാരില്ല അങ്ങ് പോയിട്ട് കിടക്കാം. ബസ് അപ്പം നമ്മുടെ യൂറ്റേണിൻ്റെ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ വണ്ടി. സ്പീഡ് വളയ്ക്കുകയാണെങ്കിൽ അത് ഒത്തിരി വളയത്തില്ല. ചുരത്തിൻ്റെ അവിടെ ഈ കണ്ണാടി നോക്കിയാൽ അറിയാം. ചുരത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ സീനില്ല. ഇവിടെ ഗ്യാപ്പിട്ടാണ് ഒത്തിരി പെട്ടെന്ന് വളയും. അപ്പോൾ ഈ സൈഡിൽ ഈ ബാരിയറിലൊക്കെ കറങ്ങിച്ചെന്ന് ഒറ്റ ഇടിയാണ്. ആ ശബ്ദമൊക്കെ കഴിയുമ്പോൾ നെഞ്ചു കിട്ടും. മുകളിൽ ഹൈറ്റ് കാണിച്ച് അതൊക്കെ കുറയുമ്പോൾ എൻ്റെ മോനോ പക്ഷെ മോനല്ല എൻ്റെ മോനെ പിന്നെ കാശ് പോകും. ഇതിൽ വണ്ടി കഴുകാൻ 20,000 രൂപയൊക്കെ കൊടുക്കുന്നത്. ഒന്ന് ബസ് കഴുകി എടുക്കാൻ. ഞാൻ നിങ്ങളെ മറ്റേ ചുറ്റും മുളകൊക്കെ എത്തുമ്പോൾ വരാൻ മൊത്തം യൂട്യൂബാണല്ലോ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി അന്വേഷിച്ചത് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ വളരെ ഓരോ സ്ഥലത്ത് പോയായിരുന്നു. സാരില്ല ഇവിടെ നിന്ന് അക്കോട് വെച്ചിട്ട് യെസ് റോഡ് സൈഡ് വിളിച്ചു. സാരില്ല കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ബസ് സ്റ്റോപ്പിലെത്തി. അതേ സ്ഥലം കോയമ്പത്തൂർ സേലത്തെത്തി. സേലം കഴിഞ്ഞാൽ ഒരു ചൂരും മുന്നോട്ട് പോകുന്നുണ്ട്. ആൾക്കാർ ഇവിടെ ഇറക്കാം. കാര്യങ്ങളൊക്കെ പറയുന്നതിനൊക്കെ പോയത് നീ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞു ഇപ്പം ആർക്കും പറയണ്ട. ഇത്ര ചാടുകയായിരുന്നില്ല. ഓ പിന്നെ ഞാൻ കട്ട് ചെയ്തോളൂ. ആ ബെസ്റ്റ് വണ്ടി അത് പാവ ഓട്ടോക്കാരൻ തെറിച്ച് പോയി. ആണോ ഇയാളെ ഒന്ന് ഓടിച്ച് കാണിക്കരുത്. വേണ്ട ഞാൻ കണ്ടാണ്. കഴിഞ്ഞ ദിവസം ഫുള്ളുണ്ട് 99 കൊണ്ട് ഇടിച്ച് നീ കളിക്കാറുണ്ടല്ലോ. അതാ ശരിക്കും അപ്ലോഡ് ചെയ്യാൻ ചുമ്മാ അറിയുന്നതല്ല.
കേട്ടോ. ഞാൻ ചെയ്യും കേട്ടോ. മധുരയൊക്കെ വിട്ടിട്ട് വർഷങ്ങളായി. ഇപ്പൊ നോക്കിയാൽ മധുര. ഇപ്പം നമ്മൾ സേലത്തെത്തിയായിരുന്നു. ചെറുതായിട്ടൊന്ന് സേവൻ്റെ എക്സിറ്റ് അടിച്ച് പ്രശ്നമായി മൊത്തം. പിന്നെ എൻ്റെ കൂടെ ഇപ്പം ഒരുത്തനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അവൻ്റെ ചേട്ടനും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അത് പിന്നെ പറയണ്ട, അങ്ങനൊക്കെ പറയണ്ട. എല്ലാരും വന്നിട്ടുണ്ട്. നാട്ടുകാരില്ല, എല്ലാരും. ഇപ്പൊ ഞാനും ഇവര് മാത്രമല്ലായിരുന്നു. ഇപ്പൊ ഈ വീട്ടിലുണ്ടായിരുന്ന പിള്ളേർ മൊത്തം വന്നല്ലോ ഇവിടെ. പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. പറഞ്ഞത് തേങ്ങയോ. അപ്പൊ നമ്മൾ സേലത്തെത്തിയായിരുന്നു. ചെറുതായിട്ടൊന്ന് സേവൻ്റെ എക്സിറ്റ് ഒക്കെ അടിക്കേണ്ടി വന്നു. ഇവിടെ കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുക്കാൻ പറഞ്ഞു. 4 പേരില്ലേ? ആണ്. നേരത്തെ ഞാൻ മാത്രമല്ലായിരുന്നു. അത് വെച്ച് പറഞ്ഞു. അയ്യോ, ഞാൻ മുമ്പത്തെ വീഡിയോയെ പറ്റി പറഞ്ഞു. എടാ, ഈ ഗെയിമിന്റെ അല്ല, വേറെ. ഇപ്പൊ പൊന്നോ, വണ്ടിയുടെ അടി മൊത്തം തട്ടി. അയ്യോ, റോങ് സൈഡ് ആയിരുന്നു, കണ്ടില്ല. അഞ്ചോ? അത് അവൻ ഓടിച്ച. അല്ല, നീ അല്ലേ പറഞ്ഞേ. ഞാൻ കട്ട് ചെയ്ത മൊത്തം ചോദിക്കാം. ഞാൻ മൊത്തം ശരിയല്ല. കടല് ശരിക്കും കായലാണ്. മധുരയില്ലേ? ശരിയാണല്ലേ, വണ്ടിയിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മള് പുതിയതല്ലേടാ. നമ്മുടെ അണ്ണനെ കൊണ്ട് ഡാൻസ് കളിക്കുന്നു. അയ്യോ, അങ്ങോട്ട് പോകത്തില്ല. ഞാൻ വണ്ടി കയറുമ്പോ എന്തായാലും കടലാന്ന് തോന്നുന്നു. കടലാണ് വേണ്ട. നടുക്ക് മലയൊക്കെ ഉണ്ട്. ഈ വർഷത്തെ ഏറ്റവും മികച്ച തളിക്കുള്ള അവാർഡ് നമ്മൾ ഇയാൾക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ പേര് പറഞ്ഞത് പൂരിക്കട. അത് നീ വേറെ എന്താ വാക്ക് പറയുന്നത്? എന്തേത്? പരിപൂർണ്ണതല്ല. അല്ലല്ല, അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു. അയ്യോ, എന്ത്? വിട്. ഗൈസ്, ഇത് 2ാമത്തെ ടേക്കാ കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അയ്യോ, 4-5 ടേക്കിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇല്ല, ഇത് 3ാമത്തെ ടേക്ക് ആയിരുന്നു. ഈ സീനിന്റെ 2ാമത്തെ ടേക്ക്. ഈ സ്പീഡുള്ളതായിരുന്നു. 143 ലിറ്റർ പെട്രോൾ അടിച്ച് വെച്ചിരുന്നു മീറ്റർ. മറ്റേതിൽ സ്റ്റോക്ക് വണ്ടിയുണ്ട്, അതിന് ഇതിൽ സ്പീഡുണ്ട്, പെട്ടെന്ന് പോകും. ഇത് വണ്ടി വലുതാണോ? ആണ്ട് എന്തോ ഇതൊക്കെ ഉണ്ട്. ഈ സാധനം എന്ത് പറഞ്ഞു? അത് തന്നെ, ഇത് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് അല്ല, സേലം ഗേറ്റ്. ഇത് ഇവിടെ സ്ഥലം മധുര.
ഇപ്പൊ മധുരൈ ഗേറ്റാ. നമ്മൾ ഇറങ്ങിയത് സേലത്തുനിന്നാ, നമ്മള് വന്നത് സേലത്തുനിന്നാ. ഡിഫൻഡർ ഉയ്യോ പില്ലർ ആരാണ് അവിടെ പില്ലർ വന്ന് വെച്ച്? പില്ലർ അല്ല സോറി ബാരിക്കേഡ് കൊണ്ടിടിച്ച് അതിനെ ഞാൻ ഇടിച്ച് കയറ്റിയത്. അതിന്റെ നെഞ്ചത്താണ് ഇപ്പൊ കയറ്റി ഇച്ചിരി വരുമ്പോ. അവർക്ക് പ്രശ്നമായ കാര്യം അതെടുത്തോ എല്ലാം എടുത്തു കേട്ടോ. ഇതുപോലെ ചളി നിറഞ്ഞ വീഡിയോ. അയ്യോ പേര് കട്ട് നാട്ടിലെ പകുതി ആൾക്കാർക്ക് ഉണ്ട് പേര്. ചുരം മറ്റേ റൂട്ടായിരുന്നു തോന്നുന്നു. ഈ റൂട്ടല്ലേ? എനിക്ക് പക്ഷെ വഴി അറിയത്തില്ല. ഇത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന അനുസരിച്ച് ഞാൻ പോവാം. എനിക്ക് തിരിച്ച വഴി ഇല്ല. ഈ ഗെയിമിൽ കറക്റ്റാ. അതെ ഈ ഗെയിമിൽ കറക്റ്റാ. ഞാൻ ഇതുവരെ പോയത് വെച്ച് കറക്റ്റ് സ്ഥലത്തെത്തി. നമ്മൾ ഒരു കാര്യം ഒരാള് തന്നെ രണ്ടുപേരെ ഇപ്പൊ ഞാനൊരു ഒരേപോലെ തന്നെ സേലെന്ന് പറഞ്ഞാൽ ഞാൻ ജിൻസിരിക്കും. അപ്പൊ അവന് അത് തലക്കടിക്കണ്ടേ? ആ രണ്ടുപേരും അങ്ങോട്ട് ഞങ്ങളാണ് തല എടുത്ത് വിട്ടിക്കുക. പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല എടുത്ത് റോങ് സൈഡ് അല്ല. ആ സൈഡ് മൊത്തം തിരക്കായി. ഇതാകുമ്പോ തിരക്കില്ല. എടാ ഫാസ്റ്റ് ടാഗ് അത് ബാറ്ററി അല്ല. പേഴ്സണൽ ബീറ്റ് ബോക്സറാ. അടുത്ത സോങ് നെക്സ്റ്റ് അടുത്ത ഞാൻ ഇടാം. നിക്ക് മാസം ഇടാം. മാസം പോകത്തില്ല. പെട്ടു. ആ മാസ് ഇട്ടോ എന്തോന്ന് പാട്ട് അപ്പുറത്ത് കൂടി ചാടി ഞാൻ ഇൻവേർട്ടർ അല്ലേ? ഇപ്പൊ എല്ലാരും ഇൻവേർട്ടർ ഇൻട്രോവേർട്ട് പൊന്നു അവിടെ ഈ റൂട്ടിൽ മൊത്തം ഡിഫൻഡറാ. എവിടെ നോക്കിയാലും പച്ച ഡിഫൻഡർ. ഇടയ്ക്ക് സ്വിഫ്റ്റ് ഒക്കെ പോകുന്നതാണ് വെള്ള കളറിൽ. നെക്സ്റ്റ് വൺ അല്ലേ ജോമ്പ്? നെക്സ്റ്റ് വൺ എവിടെ ലോഡ് കഴിഞ്ഞല്ലേ? ഒരു പരസ്യത്തിൽ ഞങ്ങൾ ശ്വാസം വിടാനുള്ള സമയം ഞങ്ങൾ എടാ ഇത്രയും സംസാരം കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മനസ്സുണ്ട്. ക്യാമറ ഓണാക്കിയില്ല. ഓണാക്കണ്ട. സമയം എന്താ എന്തോ പാട്ടാണ് തിരുവനന്തപുരം എത്തിയാ? നമ്മള് തിരുവനന്തപുരം എത്തിയിരിക്കുന്നു. അയ്യോ ചൂരമൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ചൂരം വേറെ റൂട്ടായിരുന്നു. അയ്യോ വഴി തെറ്റി. വഴി തെറ്റി താഴെ കൂടിയായിരുന്നു. സാരമില്ല ഇതൊരു പോവാല്ലേ. ആക്ച്വലി ഇതൊരു പോവായിരുന്നു. ഈ പാട്ടൊന്ന് റീച്ച് ആക്കി തരുവാണെങ്കിൽ വളരെ നന്ദിയുണ്ടാവും. ചാനൽ റീച്ച് ആണ്. എന്നാലും നിന്റെ ഇത് പലർക്കും റീച്ച് ആണ്. പാടാ
നല്ല പാടിയ ഒരു രസമില്ല. കണ്ടോ തിരുവനന്തപുരം ഇവിടെ വൈബുണ്ട് വൈബ് പാടും ഇതുണ്ടോ എല്ലാ സ്ഥലവും ഒന്നും ഇല്ല. തിരുവനന്തപുരമാണോ? അല്ല ഒറിജിനൽ ലുലുമാളാണോ ഇത്? അല്ല ലുലുമാൾ ലില്ലു ഒന്നുമില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഒന്നും പെൻസിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പാട്ട്. ചങ്ക ചങ്ക കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പാട്ടാ. ഇവിടെ വേറെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു വർഷം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ഒരു വർഷം ഇത്ര ഇവിടെ കേട്ടിട്ടുണ്ട്. ഏതൊരു പാട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ട് പോയി. ഓ ഇതെന്തോട് ഡിഫറെന്റ് ആണോ ഇത് ഫ്രണ്ട് വരുന്ന ഡിഫറെന്റ് ഇത് TV ആണ്. അല്ല ഇല്ല മഹീന്ദ്രയുടെ ഏതോ ഉണ്ട്. അല്ല അത് ആ ഹോൺ കേറ്റാൻ പറ്റുമെന്ന് നോക്കണം. മറ്റേ ഈ ടൂട് 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 പോവാൻ നേരം അത് അടിച്ചോണ്ട് പോവാം. ഞാൻ എങ്ങോട്ട് വളയ്ക്കാനാണ്? എനിക്ക് എങ്ങോട്ടേ വളയ്ക്കാൻ പറ്റുന്നത്? മാസം 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 ബീജ് ബീജ് ഇതിന്റെ കോലിക്ക് കോച്ചാതെ അയ്യോ അയ്യോ റൂട്ട് എന്ത്? തെറ്റി പോയി അല്ല മാപ്പിൽ കാണാൻ അമേരിക്ക അവിടെ അങ്ങോട്ടായിരുന്നു. റൂട്ട് നമ്മള് തെറ്റിച്ച് വിശാല ശരി ബാരിക്കേഡ് ഒന്നുമില്ല. മറ്റേ നടുക്ക് വെക്കത്തില്ല ഡിവൈഡ് ചെയ്യാൻ. ഒരു മിനിറ്റ് ഈ ഡിഫൻഡർ എന്താണ് ഇടിച്ച് ചളിങ്ങിയതാണോ അത് ഇത്ര പൊക്കം? ഇത് കണ്ടോ? വണ്ടിയുടെ ഭാര്യയല്ലേ വണ്ടിയുടെ കൊണ്ടുപോയി ലൈറ്റ് അടിച്ചു ലൈറ്റ് ഓഫ് ആക്കണം. ഓൾറെഡി ഒരു ഡിഫറൻസ് കേരള സ്റ്റേറ്റ് റോഡ് കൊടുത്തുവിട് കൊടുത്താ ഇടുന്നു. ഇത്ര പോകുന്നു വണ്ടി. വണ്ടിക്ക് കപ്പാസിറ്റി പോയത് മൈലേജ് ഓ രണ്ട് കുട്ടിയുടെ നടുക്ക് കൂടെ കയറിപ്പോ ബീച്ചിങ് ആൻസർ റോങ് സൈഡ് കയറിപ്പോകുമ്പോൾ മൊത്തം ഡിഫൻഡറിന്റെ എല്ലാവർക്കും പനിയാണ്. നീ എനിക്ക് പനി തന്നെ ആണോ? എനിക്കിപ്പോ പക്ഷെ പനി ഉണ്ടല്ലോ. എന്താ മാറിയതായിരുന്നു പിന്നെ ആ നീ എനിക്കൊന്നും ഞാൻ പനിയൊന്നും അങ്ങനെ അയ്യോ എന്ത് വിധി ഇത് വല്ലാത്ത ആ ഫ്രണ്ട് ഇടിച്ചപ്പോ ബാക്കിലാരോ ഉണ്ട്. ഇത് മൊത്തം തീർന്നതാ. ലൈഫ് 89 അല്ല അതങ്ങനെ സസ്പെൻഷൻ വർക്കാന്ന്. നീ അപ്പൊ മറ്റേ ഇതിന്റെ ഒറിജിനൽ സ്റ്റോക്ക് വണ്ടി കണ്ടിട്ടില്ലല്ലോ? അത് ആടി ഉലഞ്ഞാ പോകുന്നത്. ആടി 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 പാമ്പേ പാമ്പാണ് അടുത്ത വീഡിയോ ബിരിയാണി ഇറക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊമ്പനല്ലേ നിങ്ങൾക്ക് ഗ്രാനി വേണമെന്നുണ്ടെങ്കിൽ ഡു കമന്റ്. നിങ്ങൾ കമന്റ് ചെയ്തില്ലേ ഒരിത് വേണ്ടേ ഫോർമാലിറ്റി? ഇത് ഗ്രാനി വേണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൊമ്പൻ ഇറങ്ങാം. നീ ഇറക്കി വെച്ചിട്ടുണ്ടോ? നമുക്ക് വണ്ടി ഉണ്ടല്ലോ. അത് ലൈറ്റ് ഇല്ല. സ്റ്റോക്കിൽ ലിവർ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ ബസ്സില്ല. അത് പഴയ ബസ്സിൽ ഒന്ന് കുറച്ചേരം ചിക്കൻ ലിവറോ അത് കടക്കിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. 50 രൂപയുടെ കേസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ലിവറിന് ഭയങ്കര റേറ്റാണ്. ഇതിന്റെ ടൈറ്റിൽ കിട്ടി ഈ വീഡിയോയുടെ. പൊട്ടം വണ്ടി കോമഡി ഡ്രൈവിംഗ് ടൈറ്റിൽ പറയാം. When Chalians meet. ഓ ഇത് ഭയങ്കര കളിയൊക്കെ അല്ലേ. ഇത് ചളിയല്ല ശരിക്കുള്ള. ഞാൻ അതാ ഇടാൻ പോകുന്നത് കമന്റ് ടൈറ്റില്. വൈകിയ വീഡിയോ റീച്ച് ആക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിട്ടും ബസ് ഈ വീഡിയോ റീച്ച് ആയ ഇത് എന്റെ വീഡിയോ കേട്ടോ.
മാറിയിരുന്ന കൊടിച്ചിട്ട് നെഞ്ചത്ത് കയറിയത് പോലീസിനെ എടുത്തടാ. ഇതിന്റെ പേരിൽ എന്തൊക്കെ കേസാ? എടാ, ബിരിയാണി ആക്കാൻ പോയപ്പോ പോലീസിനെ ഓക്കെ ഗൈസ് നമ്മുടെ സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത്. എത്തിയില്ലെന്നാ തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ കൊച്ചി വിഷയം. ഞാൻ നോക്കി. ആംബുലൻസ് വണ്ടിയാണ് ഗൈസ്, റോങ് റൂട്ട്. ഓ ഗൈസ്, ട്രാഫിക് ആണ്, ട്രാഫിക്. ഓ ആംബുലൻസ് നാട്ടുകാരൊന്ന് ഓടിക്കോ ഓടിക്കോ. അറിയില്ലേ കേസായി പോലീസ് ഗൈസ് നമ്മൾ നമ്മുടെ സ്ഥലം എത്താൻ പോവുകയാണ് ഗൈസ്. സ്ഥലത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിന്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും തമാശയ്ക്ക് ഓരോന്ന് പറയുന്നതാണ്, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇതൊക്കെ ഔട്ട്രോ പറയണ്ടേ എന്തായാലും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണാം. ശരി എന്നാൽ, ഓക്കെ ബൈ.